ഇന്ത്യ മഹാരാജ്യം തുടർച്ചയായിട്ട് ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഈ 12ാമത്തെ വർഷത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസിനെ കുറച്ചൊന്നും അല്ല അസ്വസ്ഥരാക്കുന്നത്. ഈ വനിതകൾ ഉണ്ടായത് ഈ കഴിഞ്ഞ കൊല്ലമൊന്നുമല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വനിതകളുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞുണ്ട്. പക്ഷെ 65 കൊല്ലം തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ചവർക്ക് വനിതയെക്കുറിച്ച് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവത്തിലേക്ക് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സീറ്റുകൾ എങ്ങനെ വർദ്ധിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് പുറത്തുവിട്ട പട്ടിക തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അത് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ, കേരളത്തിൽ 20 സീറ്റാണ് ലോക്സഭയിലുള്ളത്. 50% വർദ്ധിച്ച് അത് 30 സീറ്റാവും. അതുപോലെ തന്നെ തമിഴ്നാട്ടില് 39 സീറ്റ് ഉണ്ടായിരുന്നത് 59 സീറ്റായിട്ട് വർദ്ധിക്കും. തെലങ്കാനയില് 17 സീറ്റ് ഉണ്ടായിരുന്നത് 26 സീറ്റായിട്ട് വർദ്ധിക്കും. ആന്ധ്രാപ്രദേശിലെ 25 സീറ്റ് എന്നത് 38 സീറ്റായി വർദ്ധിക്കും. കർണാടകത്തിലെ 28 സീറ്റ് 42 സീറ്റായിട്ട് വർദ്ധിക്കും. ഇതൊക്കെ കൃത്യമായി ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്.